സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ എപ്പോഴാണ് കമ്മ്യൂട്ടേറ്റീവ് ആവുന്നത്, എപ്പോഴാണ് അസോസിയേറ്റീവ് ആവുന്നത്. ഈ രണ്ട് വേർഡ്സ് നിങ്ങൾ ഒരുപാട് മുന്നേ തന്നെ കേട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ബൈനറി ഓപ്പറേഷൻ, സ്റ്റാർ എന്ന് വിളിക്കുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. പക്ഷേ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ഡെഫിനേഷൻ ആണ്. എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആവുമ്പോഴാണ് ഒരു സ്റ്റാർ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആവുന്നത്. ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു എസ്, ഏത് എ കോമ ബി എടുത്താലും എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആയിരിക്കണം. സോ നമുക്കിത് പറയുമ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളും കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്ത ഒരു എക്സാമ്പിളും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നോക്കിയടാ, എക്സാമ്പിൾ, ഒന്നാമത്തെ എക്സാമ്പിൾ ഞാൻ പറയുന്നു അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലയോ? നിങ്ങൾ പറ. രണ്ട് നമ്പർ എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ എന്ന് പറയാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും അല്ലെ. ഇപ്പോൾ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ റിയൽ നമ്പറിന്റെ കേസിൽ വിചാരിക്കാം. ബൈനറി ഓപ്പറേഷൻ പറയുമ്പോൾ ഏതെങ്കിലും ഒരു സെറ്റും പറയണമല്ലോ. അപ്പൊ ഞാനിപ്പോൾ റിയൽ നമ്പർ ആണ് എടുക്കുന്നതെങ്കിൽ ഇപ്പൊ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അതിപ്പോ ഏത് സെറ്റ് എടുത്താലും അഡീഷൻ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഒരു റിയൽ നമ്പറിൽ ഇപ്പൊ ഇൻഡിജേഴ്സ് എടുത്താലും അതേപോലെ റാഷണൽ നമ്പർ എടുത്താലും എല്ലാം നമുക്ക് ശരിയാകും. കോംപ്ലക്സ് നമ്പർ എടുത്താലും ഒക്കെ ശരിയാകും. ഇപ്പൊ കമ്മ്യൂട്ടേറ്റീവ് 6 ഞാൻ എഴുതി. ഓക്കെ, അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന ചോദ്യം സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് ആവുക അല്ലേ എന്നുള്ളതാണ്. നിങ്ങൾ പറ, എ മൈനസ് ബി ഈസ് ഈക്വൽ ടു ബി മൈനസ് എ ആണോ? ഒരിക്കലും അല്ല അല്ലെ. എ മൈനസ് ബി ഈക്വൽ ടു ബി മൈനസ് എ ആണെന്നുണ്ടെങ്കിൽ അത് 0 ആയിട്ട് മാറും. സോ നമുക്കറിയാം എ മൈനസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ. അപ്പൊ നമുക്ക് എന്ത് പറയാം? സബ്ട്രാക്ഷൻ ഈസ് നോട്ട് സബ്ട്രാക്ഷൻ ഈസ് ഓക്കെ, സബ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് അല്ലെ. സബ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഓൺ ആറെന്ന് വേണമെന്നില്ല കേട്ടോ. ആ ഒരു ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ലെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ജസ്റ്റ് സബ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഇനി മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് ആണ്, ഡിവിഷന്റെ കേസിൽ എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. നെക്സ്റ്റ്, എ ബൈനറി ഓപ്പറേഷൻ എസ് ഈസ് അസോസിയേറ്റീവ്. എപ്പോഴാണ് ഒരു ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണെന്ന് പറയുന്നത്? എ സ്റ്റാർ ബി സ്റ്റാർ സി, അതായത് എ സ്റ്റാർ ബി ചെയ്തിട്ട് പിന്നെ സ്റ്റാർ സി ചെയ്താലും, അതല്ല ബി സ്റ്റാർ സി ചെയ്തിട്ട് പിന്നെ അതിനോട് എ സ്റ്റാർ ചെയ്താലും ഒരേ ഉത്തരമായിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിലാണ് ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണെന്ന് പറയുന്നത്. നമുക്ക് അപ്പോഴും എക്സാമ്പിൾ നോക്കാം. നോക്കി, എഗെയിൻ ഞാൻ അഡീഷനും സബ്ട്രാക്ഷനും തന്നെയാണ് പറയാൻ പോകുന്നത്. ഇപ്പോ എ പ്ലസ് ബി ചെയ്തിട്ട് പ്ലസ് സി ചെയ്യുന്നു, എ പ്ലസ് ബി ചെയ്തിട്ട് പ്ലസ് സി ചെയ്യുന്നു. അതും എ പ്ലസ് ബി പ്ലസ് സിയും ഈക്വൽ തന്നെയാണ്. അഡീഷൻ എങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് പറയാം? അത് നമുക്ക് ഈക്വൽ ആയിട്ട് തന്നെ കിട്ടും. സോ അഡീഷൻ എന്ന് പറയുന്നത് ഏത് സെറ്റ് എടുത്താലും അഡീഷൻ എന്താണ്? അസോസിയേറ്റീവ് ആണ്. നെക്സ്റ്റ്, ഞാൻ സബ്ട്രാക്ഷൻ ചെയ്യുന്നു. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കിയാടാ, എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോ ഇവിടെ ഞാൻ 8 മൈനസ് 6 -1 ചെയ്യുന്നു. എന്ത് കിട്ടും ആൻസർ? 8 - 6 7 ആണ്. 7 - 1 6 എന്ന് കിട്ടും. ഇനി ഇത് ചെയ്ത് നോക്കിയാലോ, 8 - 6 - 1 അല്ലെ. അപ്പൊ 6 - 1 5 ആണ്. 8 - 5 നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. സെയിം ആൻസർ ആണോ? അല്ല, ഇത് ഒരിക്കലും സെയിം ആയിരിക്കത്തില്ല അല്ലെ. എന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? എ മൈനസ് ബി മൈനസ് സി ചെയ്യുന്നതും എ മൈനസ് ബി മൈനസ് സി ചെയ്യുന്നതും വേറെ വേറെ ആൻസർ ആണ്. ഇത് ശരിക്കും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എ മൈനസ് ബി മൈനസ് സി ആയിരിക്കും. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എ മൈനസ് ബി പ്ലസ് സി ആയിരിക്കും. അപ്പോൾ സബ്ട്രാക്ഷൻ ഒരിക്കലും എന്തല്ല? അസോസിയേറ്റീവ് അല്ല. സബ്ട്രാക്ഷൻ ഒരിക്കലും എന്തല്ല? അസോസിയേറ്റീവ് അല്ല. ഇനി മൾട്ടിപ്ലിക്കേഷന്റെ ഡിവിഷന്റെ കാര്യം എടുത്താൽ മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്, ഡിവിഷൻ എന്തല്ല? അസോസിയേറ്റീവ് അല്ല. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറം ഉണ്ട്, associativity of composition. Let S be a set and F and G, F, G and H be functions mapping S into S. അപ്പൊ എസ്സിൽ നിന്ന് എസ്സിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന 3 ഫങ്ഷൻസ് ആണ് എഫ്, ജി, എച്ച്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ബൈനറി ഓപ്പറേഷൻ ആണ് കോമ്പോസിഷൻ മാപ്പിംഗ്. അപ്പൊ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ആണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അസോസിയേറ്റീവ് ആണെന്നാണ് പറയുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം, രണ്ടും ചെയ്തു നോക്കാം. ഓക്കെ, എഫ് കോമ്പോസിഷൻ ജി എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എച്ച് ഈസ് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എച്ച്. അതാണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഇത് എഴുതി, എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എച്ച്. അത് ഇതിനോട് ഈക്വൽ ആണെന്ന് കാണിക്കാൻ ഞാൻ ഒരു പർട്ടിക്കുലർ എക്സിൽ ചെയ്ത് നോക്കാൻ പോവാം. ദാറ്റ് ഈസ് കോമ്പോസിഷന്റെ ഡെഫിനിഷൻ നമുക്കറിയാം. എന്താണ്? എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ആദ്യമേ ഈ കോമ്പോസിഷൻ വർക്ക് ചെയ്യാം. അതായത് എഫ് കോമ്പോസിഷൻ ജി അതേപോലെ എഴുതി
ഈ കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് ഉണ്ടല്ലോ, അപ്പൊ എഫ് ഓഫ് ജി ഓഫ് എക്സ് പോലെ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് വരും. എന്താ നോക്കുന്നൂടെ നോക്കിയടാ. ഇപ്പൊ ഇവിടെ നമ്മൾ എഴുതി ഈ എഫിന് പകരം നിങ്ങൾ ആലോചിക്കുക എഫ് കോമ്പോസിഷൻ ജി. ഓക്കെ, ഇനി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ്. അപ്പൊ എന്ത് വരും? ഈ എഫിന് പകരം ഇവിടെ എഫ് കോമ്പോസിഷൻ ജി അതുപോലെ വരും. ഓക്കെ, എന്നിട്ട് ഈ ബ്രാക്കറ്റ് ഇടും, ജിക്ക് പകരം ഇവിടെ എച്ച് ആണ്, എച്ച് ഓഫ് എക്സ് എന്ന് വരും. അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ നമുക്ക് ഇങ്ങനെ വന്നു. ഇനി എഫ് കോമ്പോസിഷൻ ജി എന്താണ്? അപ്പൊ ഇത് ഇങ്ങനെയാണ് വന്നേക്കുന്നത്, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എച്ച് ഓഫ് എക്സ്. ഈ ബ്രാക്കറ്റ് വേണമെന്നില്ല, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്നാണ് വരുന്നത്. ഓക്കെ, ഈ ബ്രാക്കറ്റ് വേണമെന്നില്ല, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് വന്നു. ഇനി നമുക്കറിയാം എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പൊ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്ത് വരും? എഫ് ഓഫ് ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമുക്കത് വരുന്നത്. ഇനി മറ്റത് എഴുതി നോക്കാം. എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പോവാണ്. ഫോർ എനി എക്സ് ബിലോങ്സ് ടു എസ്. ഓക്കെ, ഇനി ഇത് കണ്ടുപിടിക്കാൻ നേരത്ത് നമുക്കറിയാം എഫ് കോമ്പോസിഷൻ സംതിങ്, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. അപ്പൊ ഇതെന്ത് വരും? എഫ് ഓഫ് ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് എന്ന് വരും. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് എഫ് ഓഫ് ഈ ജി കോമ്പോസിഷൻ എച്ച് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എച്ച് ഓഫ് എക്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എഫ് ഓഫ് ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് കിട്ടും ഫോർ എനി എക്സ് ബിലോങ്സ് ടു എസ്. അപ്പൊ രണ്ടും ഈക്വൽ ആണ്. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എച്ച് ഈസ് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എച്ച്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദെയർഫോർ കോമ്പോസിഷൻ ഈസ് അസോസിയേറ്റീവ്. കോമ്പോസിഷൻ എന്താണെന്ന് പറയാം? അസോസിയേറ്റീവ് ആണെന്ന് പറയാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അസോസിയേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ടേബിൾസ് ആണ് പറയുന്നത്. വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, നമ്മൾ ഏറ്റവും ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്താണെന്ന് അറിയാമെങ്കിൽ, കുറച്ച് ലോജിക് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ബൈനറി ഓപ്പറേഷന്റെ ടേബിൾ വരയ്ക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ടേബിൾ പറയാൻ പോവുകയാണ്. എസ് ഈസ് ഈക്വൽ ടു എ കോമ ബി കോമ സി എന്ന് പറയുന്ന സെറ്റിനകത്ത് സ്റ്റാർ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തു. ith എൻട്രി ഓൺ ദി ലെഫ്റ്റ് സ്റ്റാർ jth എൻട്രി ഓൺ ദി top is equal to entry in the ith row and jth column of the table body. സംഭവം ഒന്നുമില്ല, ഞാൻ ടേബിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെയാണ് ടേബിളിൽ നിന്ന് നമുക്ക് നമ്മളുടെ ഓപ്പറേഷൻ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ith row on the left സ്റ്റാർ jth row on the top. അപ്പൊ ലെഫ്റ്റിലെ ith row, ഇപ്പൊ ഞാൻ പറയുന്നു ബി, ലെഫ്റ്റിലെ ith row, ഈ സ്റ്റാർ jth row on the top സി എന്ന് വെച്ചാൽ ബി സ്റ്റാർ സി. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എൻട്രി ഇൻ ദി ith റോ ആൻഡ് jth കോളം. ith റോയിലെ jth കോളത്തിൽ വരുന്ന ഈ ആൻസർ ആണ്. എന്ന് വെച്ചാൽ ബി സ്റ്റാർ സി എന്ന് പറയുന്നത് ബി ആണ്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെയാ പറയുന്നത്? ഇപ്പൊ ബി ഇൻറ്റു സി എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന ഉത്തരവായിരിക്കും. ഇത് തന്നെയാണ് ഇവിടുത്തെ ബൈനറി ടേബിളും. ഓക്കെ, വേറെ എക്സാമ്പിൾ സി ഇൻറ്റു ബി, ഈ നമ്പർ ആയിരിക്കുമല്ലോ. ലൈക്ക് ദാറ്റ് സി സ്റ്റാർ ബി എന്ന് പറയുന്നത് ബി ആയിരിക്കും. പിന്നെ ഡെഫിനിഷൻ ആണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഡെഫിനിഷൻ അങ്ങനെ ചോദിക്കാറില്ല, ടേബിൾ വരയ്ക്കാനാണ് അധികം ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കണം. വി ക്യാൻ ഈസിലി സീ ദാറ്റ് എ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ബൈ എ ടേബിൾ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ നമുക്ക് ആ ടേബിൾ നോക്കി മനസ്സിലാക്കാം. ദ എൻട്രീസ് ഇൻ ദി ടേബിൾ ആർ സിമട്രിക് വിത്ത് റെസ്പെക്ട് ടു ഡയഗണൽ. ഓക്കെ, സിമട്രിക് വിത്ത് റെസ്പെക്ട് ടു ഡയഗണൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ടേബിൾ കമ്മ്യൂട്ടേറ്റീവ്, ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാം. സോ നമുക്കൊരു ബൈനറി ഓപ്പറേഷൻ വരച്ചു നോക്കാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. ഓക്കെ, ഇപ്പൊ ഇവിടെ വരയ്ക്കാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് നമ്മളൊരു ബൈനറി ഓപ്പറേഷൻ തന്നിട്ടുണ്ട്. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആവണമെങ്കിൽ ആ ബൈനറി ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം അത് സിമട്രിക് ആയിരിക്കും. അതായത് സംഭവം ഒന്നുമില്ല, ഈ ബിയുടെ താഴോട്ട് ഡി എ വന്നു അല്ലെ. അപ്പൊ റൈറ്റ് സൈഡിലും എന്ത് വരും? റൈറ്റ് സൈഡിലും എന്ത് വരും? ഡി എ എന്ന് വരും. ഇനി ഈ എയുടെ താഴോട്ട് സി ബി, അപ്പൊ റൈറ്റ് സൈഡിലോട്ടും സി ബി. ഡിയുടെ താഴോട്ട് ബി ആണെങ്കിൽ റൈറ്റ് സൈഡിലും ബി. അപ്പൊ ഇങ്ങനെയായിരിക്കും നമുക്ക് ആ ഒരു ആൻസർ വരുന്നത്. ഞാൻ ജസ്റ്റ് നീലായിട്ടൊന്ന് എഴുതാം. നോക്കി, ഇവിടെ ഡി എ, അടുത്ത് ഇവിടെ സി ബി, ഇവിടെ ബി. അപ്പൊ ഇങ്ങനെയായിരിക്കും നമുക്ക് അതിന്റെ ആൻസർ വരുന്നത്. വളരെ സിമ്പിൾ ആണ്. കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും. ഇനി ഒരു ഓപ്പറേഷൻ തന്നിട്ട് ടേബിൾ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത സെക്ഷൻ പഠിക്കുമ്പോൾ പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു ബൈനറി ഓപ്പറേഷൻ. എസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ ഉറപ്പായിട്ട് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാ നമ്പേഴ്സും
ഏത് ഓർഡേർഡ് പെയർ എടുത്താലും ഒരു പർട്ടിക്കുലർ എക്സാക്ട്ലി ഒരു എലമെന്റിനെ തന്നെ നമ്മൾ അത് അസൈൻ ചെയ്ത് കൊടുക്കണം. ഒന്നിൽ കൂടുതലാവാൻ പാടില്ല, ഒന്നിൽ കുറയാനും പാടില്ല. ഏത് ഓർഡേർഡ് പെയർ എടുത്താലും ഒരു എലമെന്റിൽ കൃത്യമായിട്ട് ഒരു എലമെന്റിൽ അത് അസൈൻ ചെയ്തിരിക്കണം. പിന്നെ എന്താണ്, ഒരു ഓർഡേർഡ് പെയർ എടുത്തു കഴിഞ്ഞാൽ അത് അസൈൻ ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് എസിനകത്ത് തന്നെയുള്ള എലമെന്റ് ആയിരിക്കണം. അപ്പൊ അതിനകത്ത് നമ്മൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ച് എക്സാമ്പിൾ അല്ല, നമ്മൾ ഡെഫിനിഷൻസ് ആണ്. ഒന്നാമത്തെ കാര്യം നോട്ട് എവരിവെയർ ഡിഫൈൻഡ്. എന്താണ് നോട്ട് എവരിവെയർ ഡിഫൈൻഡ് എന്ന് പറഞ്ഞ സംഭവം ഒന്നുമില്ലടാ. നോക്കിയേ, നമ്മൾ ഈ ഫസ്റ്റ് കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ നോട്ട് എവരിവെയർ ഡിഫൈൻഡ് എന്താണെന്ന് പറയുന്നത്. സം ഓർഡേർഡ് പെയർ ആർ നോട്ട് അസൈൻഡ് ടു ആൻ എലമെന്റ്. കുറച്ച് ഓർഡേർഡ് പെയറിൽ എലമെന്റ് അസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നോട്ട് എവരിവെയർ ഡിഫൈൻഡ് എന്ന് പറയും. ഒരേ എലമെന്റ് തന്നെ ഒരു ഓർഡേർഡ് പെയറിന് മോർ ദാൻ വൺ എലമെന്റ് ഒരു മിനിറ്റ് മോർ ദാൻ വൺ എലമെന്റ് ഈസ് അസൈൻഡ് ടു സെയിം ഓർഡേർഡ് പെയർ. ഒരേ ഓർഡേർഡ് പെയറിന് തന്നെ ഒന്നിൽ കൂടുതൽ എലമെന്റ്സ്, മോർ ദാൻ വൺ എലമെന്റ് ഈസ് അസൈൻഡ് ടു ആൻ ഓർഡേർഡ് പെയർ. ഓക്കെ, ആൻ ഓർഡേർഡ് പെയർ. ഒരേ ഓർഡേർഡ് പെയറിൽ തന്നെ ഒന്നിൽ കൂടുതൽ എന്ത് വന്നു കഴിഞ്ഞാൽ, ഒന്നിൽ കൂടുതൽ എലമെന്റ്, ഇപ്പൊ ഒരു എലമെന്റ് മാത്രമേ വരാവുള്ളൂ പറഞ്ഞു, ഒന്നിൽ കൂടുതൽ എലമെന്റ് വന്നാൽ നോട്ട് വെൽ ഡിഫൈൻഡ് എന്ന് പറയും. ഇനി നോട്ട് ക്ലോസ്ഡ് അണ്ടർ സ്റ്റാർ, ആൻ ഓർഡേർഡ് പെയർ ഈസ് അസൈൻഡ് ടു ആൻ എലമെന്റ് നോട്ട് ഇൻ എസ്. ഇപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ എന്ത് പറയും, നോട്ട് ക്ലോസ്ഡ് അണ്ടർ എസ് എന്ന് പറയും. ഈ ഡെഫിനിഷൻസ് നോക്കി വെച്ചേക്ക്, കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും എക്സാമ്പിൾ ഒക്കെ പറയുമ്പോഴൊക്കെ ഇത് പറയാറുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൺ ക്യൂ ലെറ്റ് എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ ബൈ ബി, ഹിയർ സ്റ്റാർ ഈസ് നോട്ട് എവരിവെയർ ഡിഫൈൻഡ്. ഇപ്പൊ സ്റ്റാർ എല്ലായിടത്തും ഡിഫൈൻഡ് അല്ല. എ ബൈ ബി എന്ന് പറയുന്ന സാധനം റാഷണൽ നമ്പേഴ്സിൽ എല്ലായിടത്തും ഡിഫൈൻഡ് അല്ല. കാരണം ഇപ്പൊ 2/2,0 എന്ന് പറയുന്ന നമ്പർ എടുത്തു കഴിഞ്ഞാൽ 2/0 പോസിബിൾ അല്ല, അല്ലെ. ഇപ്പൊ ഡിനോമിനേറ്റർ 0 വരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ക്യൂവില് ഡിവിഷൻ എന്തല്ല, ബൈനറി ഓപ്പറേഷൻ അല്ല. അത് ബൈനറി ഓപ്പറേഷൻ അല്ലാത്തതിന്റെ റീസൺ അത് എവരിവെയർ ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ടാണ്. ആ ഒരു പ്രോപ്പർട്ടി ഇല്ലാത്തതുകൊണ്ട് സ്റ്റാർ എന്തല്ല, ബൈനറി ഓപ്പറേഷൻ അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് ബൈനറി ഓപ്പറേഷൻ ആവണമെങ്കിൽ എന്താവണമെന്ന് അറിയാവോ, ക്യൂ പ്ലസ് ആകണം. ക്യൂ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ നമുക്ക് 0 ഇല്ല. അതായത് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സിൽ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ ബൈ ബി പോസിബിൾ ആണ്, അല്ലെ. അപ്പൊ കണ്ടീഷൻ 1 എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് നമ്പർ എടുത്താലും എക്സാക്ട്ലി 1 ഉത്തരം, എ ബൈ ബിക്ക് ഒരു ഒറ്റ ഉത്തരം കൊടുത്തിട്ടുണ്ട്, അല്ലെ. അപ്പൊ കണ്ടീഷൻ 1 സാറ്റിസ്ഫൈഡ് ആണ്. കണ്ടീഷൻ 2 സാറ്റിസ്ഫൈഡ് ആണ്. എ ബൈ ബി എടുത്തു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് രണ്ടെണ്ണം എടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു പോസിറ്റീവ് റാഷണൽ നമ്പർ ആയിരിക്കും. അതും ക്യൂ പ്ലസ് തന്നെ ഉള്ള റാഷണൽ നമ്പർ ആണ്. സോ 1ഉം 2ഉം സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് തന്നെ അതൊരു ബൈനറി ഓപ്പറേഷൻ ഓൺ ക്യൂ പ്ലസ് ആണെന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ്, ഇസഡ് പ്ലസിൽ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ ബൈ ബി എന്ന് പറയുന്നത് എന്തല്ല, ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല. കാരണം നമുക്കിപ്പോ 1/2 ഇസഡ് പ്ലസിന് പുറത്ത് പോകും, ഇന്റിജർ അല്ല 1/2, അല്ലെ. അപ്പൊ കണ്ടീഷൻ 2 അവിടെ ഫെയിൽ ആവുന്നുണ്ട്. കണ്ടീഷൻ 2 ഫെയിൽ ആവുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഇസഡ് പ്ലസ് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ സ്റ്റാർ എന്ന് പറയാം. അപ്പൊ ഇവിടെ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ 3 ആണ്. 1/3 ഇന്റിജർ അല്ല എന്നുള്ള സാധനമാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചേക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.